അപ്പോൾ നമ്മളിന്ന് ഈസ്റ്ററായിട്ട് ഈസ്റ്റർ എഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നാട്ടിൽ വീയൊരു അമ്മ പറഞ്ഞതാണ്, അമ്മ ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു നീയൊന്നും ഉണ്ടാക്കി നോക്കെ. അപ്പോൾ ഞങ്ങളിന്ന് ഇക്കൊല്ലം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ റോസാപ്പൂവിൻ്റെ ഇല, പിന്നെ സബോളയുടെ തോലൊക്കെ ഇല്ലേ അത്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുക്കാം. അടിയിലത്തെ ഇല വെട്ടിയെടുക്കാം. എനിക്ക് റോസാപ്പൂ മുറിക്കാൻ തോന്നണില്ല, നല്ല ഭംഗിയാണ്. ഇലയും കൂട്ടി എടുക്കട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് പുഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ സബോളയുടെ തോലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി മുട്ട വെക്കണം, റോസിൻ്റെ ഇല വെക്കണം, ഇല വെക്കണം. എന്നിട്ട് അതൊരു തുണിയിൽ കെട്ടിയിട്ട് നമ്മൾ പുഴുകാൻ വയ്ക്കാം. അത്രേ ഉള്ളൂ ചെയ്യാം. അപ്പോൾ ആദ്യമേ സബോളയുടെ തോലെടുത്തിട്ടുണ്ട്, ഒരു റോസിൻ്റെ ഇല വെച്ചിട്ടുണ്ട്. കളർഫുള്ളാവട്ടെ, നമുക്ക് 2 ഇലയും കൂടി വയ്ക്കാം, പച്ച കളർ വരണ്ടേ. 2 ഇലയും കൂടി വെച്ചിട്ട് ഇനി കോഴിമുട്ട അതിൽ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് പൊതിയുക. ഒരു സബോളയുടെ തോല് കൂടി എടുക്കുക, 2 ഇല അതിൽ വയ്ക്കുക. ഒരു പച്ച ഇലയും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ആ കളർ ഫുള്ളൊക്കെ പിടിക്കണം മുട്ടയാണ്. എന്നിട്ട് ഈ ഒരു തുണി എടുക്കുക, കോട്ടൻ്റെ തുണിയോ ഏതാണെങ്കിലും. എന്നിട്ട് എല്ലാം കൂടി കവർ ചെയ്ത് നമ്മൾ കെട്ടാം. അങ്ങനെ എല്ലാ മുട്ടയും നമ്മൾ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചു. അപ്പോൾ എല്ലാ മുട്ടയും നമ്മളിത് ഇതിനുള്ളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ 4 മുട്ടയും വെച്ചിട്ടുണ്ട്. അതിനൊരു 10 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റോളം മുട്ട പുഴുകി സെറ്റാക്കി ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഒരു റെഡും അല്ല ഓറഞ്ചും അല്ലാത്ത പോലത്തെ ഒരു കളറാണ്, നല്ല ഭംഗിയുള്ള കളറ്. ഇതൊന്ന് ആ റോസിൻ്റെയും സബോളയുടെ തോലിൻ്റെയും ഒക്കെ കളറാണ്. നമുക്ക് കുറേ തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, ഉള്ളിൽ എങ്ങനെയാന്ന് നോക്കട്ടെ. സബോളയുടെ തോലൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓ, ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇലയുടെ ഡിസൈൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ 4 മുട്ടയാണ് ചെയ്തത്. 4 മുട്ടയും അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ പിടിച്ചിട്ടുണ്ട്, ഗ്രീൻ കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയാണ് കൂടുതൽ പിടിച്ചേക്കണേ. ഈ മുട്ടയും നിറച്ച് റെഡ് കളറായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്, നോക്കട്ടെ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് കളറൊന്നും ഇല്ല കേട്ടോ, സാധാരണ തോടിന് മാത്രമേ കളറുള്ളൂ. കഴിക്കണോണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. സൂപ്പർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് അയക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.